സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന ഒന്നാണ് ഇന്നത്തെ ഇന്ധനവില. വാഹനം ഓടിക്കുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഇന്ധനച്ചിലവിൽ ഏകദേശം 30% വരെ ലാഭിക്കാൻ സാധിക്കും. അതായത് 10 വർഷം കൊണ്ട് ഒരു പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള തുക ഇതിലൂടെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഫോസിൽ ഇന്ധനങ്ങൾ സംരക്ഷിക്കുവാനും വാഹനത്തിൻ്റെ തേയ്മാനം കുറയ്ക്കുവാനും റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഈ രീതികൾ ഫലപ്രദമാണ്. പ്രധാനമായും ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടവ, വാഹനവുമായി ബന്ധപ്പെട്ടവ, മറ്റുള്ളവ എന്നിങ്ങനെ ഇവയെ 3ആയി തരംതിരിക്കാം. 1. ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടവ. വീതി കുറഞ്ഞതും വളവ് തിരിവുകളുള്ള റോഡുകളിലും എക്കണോമി റേഞ്ചിൽ വാഹനം ഓടിക്കുന്നത് ശീലമാക്കുക. മോട്ടോർ സൈക്കിൾ ഏകദേശം 40 കിലോമീറ്റർ വേഗതയിലും മറ്റു വാഹനങ്ങൾ 50 കിലോമീറ്റർ ആവറേജ് സ്പീഡ് വരുന്ന രീതിയിലുമാവണം വാഹനം ഓടിക്കേണ്ടത്. എഞ്ചിൻ RPM മീറ്ററുള്ള വാഹനങ്ങളിൽ എഞ്ചിൻ സ്പീഡ് എക്കണോമി റേഞ്ചിൽ നിലനിർത്തുന്ന രീതിയാണ് കൂടുതൽ ഉചിതം. വാഹനത്തിൻ്റെ വേഗത 60 കിലോമീറ്ററിൽ 7.5%, 70 കിലോമീറ്ററിൽ 22%, 80 കിലോമീറ്ററിൽ 40%, 90 കിലോമീറ്ററിൽ 63% അധിക ഇന്ധനം നഷ്ടപ്പെടുന്നു. ഓരോ തവണയും ബ്രേക്ക് ചവിട്ടുമ്പോൾ ടയറിനും ബ്രേക്ക് ലൈനറിനും തേയ്മാനം സംഭവിക്കുന്നതിനോടൊപ്പം വാഹനത്തിനെ അത്രയും വേഗതയിലേക്ക് എത്തിക്കാൻ ചിലവായ ഇന്ധനം കൂടിയാണ് നഷ്ടമാകുന്നത്. ട്രാഫിക് സിഗ്നലുകൾ, ട്രാഫിക് ബ്ലോക്കുകൾ, വളവുകൾ എന്നിവ മുൻകൂട്ടി കാണുകയും ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുകയും ചെയ്താൽ ബ്രേക്ക് ചെയ്യാതെ തന്നെ വാഹനത്തിൻ്റെ വേഗത കുറയും. ഈ രീതികൾ പരിശീലിക്കുന്നത് വഴി വാഹനത്തിൻ്റെ തേയ്മാനവും ഇന്ധനനഷ്ടവും ഏകദേശം 40% വരെ കുറയ്ക്കാവുന്നതാണ്. വേഗതയ്ക്കനുസരിച്ചുള്ള ഗിയർ സെലക്ഷൻ അത്യാവശ്യമാണ്. ലോ ഗിയറിൽ കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കുന്നതും ഉയർന്ന ഗിയറിൽ കൊടുക്കാതിരിക്കുന്നതും 20%-ലധികം ഇന്ധനനഷ്ടം ഉണ്ടാക്കുന്നു. ഹൈവേകളിൽ ക്രൂയിസ് കൺട്രോൾ പരിശീലിക്കുക. ട്രാഫിക് സിഗ്നലിലോ മറ്റോ 30 സെക്കൻഡിൽ കൂടുതൽ സമയം വണ്ടി നിർത്തിയിടേണ്ടി വരികയാണെങ്കിൽ എഞ്ചിൻ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം നഷ്ടമാകും. ക്ലച്ച് ഡ്രൈവിംഗ് അഥവാ ക്ലച്ചിലും ബ്രേക്കിലും കാൽ വെച്ച് വാഹനം ഓടിക്കുന്ന ശീലം ഒഴിവാക്കുക. 2. വാഹനവുമായി ബന്ധപ്പെട്ടവ. വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും കുറവ് എയർ റെസിസ്റ്റൻസ് വരുന്ന രീതിയിലാണ്. ഇതിലുണ്ടാകുന്ന ഏത് മാറ്റവും ഇന്ധനക്ഷമതയെ സാരമായി ബാധിക്കും. എയർ റെസിസ്റ്റൻസ് കൂട്ടുന്ന തരത്തിലുള്ള ഫ്രണ്ട് ബമ്പറുകൾ, മറ്റ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്നിവ ഒഴിവാക്കാം. ദീർഘയാത്രകളിലൊഴികെ അനാവശ്യ സാധനങ്ങൾ ഡിക്കിയിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക. ഇന്ധനം അര ടാങ്കോ അതിൽ താഴെയോ നിലനിർത്തുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങളിൽ. ടയറിൽ ശരിയായ മർദ്ദത്തിൽ എയർ പ്രഷർ നിലനിർത്തുക. 15% ടയർ പ്രഷർ കുറയുമ്പോൾ ഏകദേശം 5% കൂടുതൽ ഇന്ധനം ചിലവാകും. അന്തരീക്ഷ താപം കുറഞ്ഞിരിക്കുന്ന രാത്രിയോ രാവിലെയോ ഇന്ധനം നിറയ്ക്കാൻ ശ്രമിക്കുക. തിരക്കേറിയ സിറ്റി റോഡുകളിൽ AC ഉപയോഗം പരമാവധി കുറയ്ക്കുക. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ പരമാവധി തണലിലായിരിക്കാൻ ശ്രദ്ധിക്കുക. വാഹനം കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യുക. 3. മറ്റു കാര്യങ്ങൾ. വാഹനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ മൈലേജിന് പ്രാധാന്യം നൽകുക. റോഡിൽ തിരക്ക് കുറവുള്ള സമയം യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുക. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക. വാഹനം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക.